അമ്പമ്പോ ഇതിൻ്റെ രുചി അതൊരു വേറെ ലെവലാണ് മക്കളെ. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ഈ ഒരു പറുദീസ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കത്തി കൊണ്ട് അതിൻ്റെ കട്ടിയുള്ള ഭാഗത്തെല്ലാം ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ എന്നാൽ അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ച് കിട്ടാനാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ വരയൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. ഇതിനെ നമുക്കിനി മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിതാ ഇതേപോലത്തെ ഒരു പാനിനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേവിക്കാനുള്ള പാനിനകത്തിൽ വേണം നമ്മൾ ഈ ഒരു മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് പുതിനയില, ഒരു പിടിയോളം പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില, ഇതാ കണ്ടോ, ഇത്രത്തോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് കളറിലുള്ള ക്യാപ്സിക്കം ആയാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പച്ച കളറിലുള്ളത് കിട്ടിയിട്ടുള്ളായിരുന്നു. 3 കളറും ഉണ്ടെങ്കിലും നന്നായിരിക്കും. പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, അല്പം ഗരം മസാല, മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിലും കൂടെ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടങ്ങ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കൈകൊണ്ട് നല്ലപോലെ ഞെരടി യോജിപ്പിച്ചെടുക്കണം. എല്ലാ മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടണം. ഈ ഒരു ടൈമിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണാൻ അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നല്ല പോലെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് മസാലയെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ചിക്കൻ്റെ ഉള്ളിലും നമ്മൾ വരയിട്ട് കൊടുത്ത ഭാഗത്ത് എല്ലാ സൈഡിലും മസാല നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ചിക്കൻ്റെ ഉള്ളിലൊക്കെ മസാല കുറച്ച് നമ്മൾ ഉള്ളിലൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ചൊരു 2-3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം എടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്തിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പം അതിൻ്റെ ചിക്കനിലെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓയിലും വെള്ളവും എല്ലാം ഒക്കെ ഒന്ന് നന്നായിട്ട് അതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതിയാകും. ഒരുപാടിട്ട് കുത്തി ഉടക്കിയൊന്നും വേണ്ട, എങ്കിൽ ആ ഒരു ചിക്കൻ നമുക്ക് ഉടഞ്ഞു പോകും. അപ്പം ഞാൻ അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിക്കൻ മേടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പാലാട, ഒറട്ടി, പത്തിരി എല്ലാത്തിൻ്റെ കൂടെയും ഈ ഒരു പറുദീസ ചിക്കൻ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒരുപാട് നമുക്ക് ഇട്ട് വഴട്ടി എടുത്തൊന്നും നമുക്ക് സമയമൊന്നും പോകത്തില്ല. ഇപ്പം കണ്ടോ ചിക്കനിലെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂണിട്ടൊന്നും കുത്തി ഉടയ്ക്കരുത്. ഇതേപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതിയാകും. ആ ഒരു ചിക്കന് വേവാനായിട്ട് ഒരു 15 മിനിറ്റോളം എടുത്തിട്ടുള്ളൂ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ വേവിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം വെന്ത് കിട്ടും. ആകട്ടെ ഏകദേശം എൻ്റെ ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തിലേക്ക് ഒരു സീക്രട്ടായിട്ടൊരു ടേസ്റ്റ് കൂട്ടാനായിട്ട് നല്ലൊരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഗ്രേവിക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ അതിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും.
അപ്പോൾ ഈ ഒരു സംഭവമാണ് ഈ ഒരു ചിക്കനിലെ ടേസ്റ്റ് കൂട്ടുന്നത്. അതിനായിട്ട് കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത ഈ ഒരു മിക്സിനെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. വേവിച്ച ആ ഒരു ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു കാഷ്യൂനട്ട് പേസ്റ്റും കൂടെ അതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാടിട്ട് ഉടക്കുകയൊന്നും വേണ്ട. ആ സൈഡിലുള്ള ഗ്രേവി എല്ലാം ഒന്ന് മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിലെല്ലാം ഒന്ന് യോജിച്ച് കിട്ടുന്നതാണ്. ഇനി ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊരു ലോ ഫ്ലെയിമിലും കൂടി ഇട്ട് കൊടുക്കാം. ആ ഒരു കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റൊക്കെ ഒന്ന് ആ ഒരു പച്ച ടേസ്റ്റ് മാറാൻ മാത്രമാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പർദീസ് ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചിക്കനൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണവും ടേസ്റ്റുമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് അവരെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയ നല്ലൊരു കിടുക്കാച്ചി ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇതാ കണ്ട ചിക്കനൊക്കെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.